അപ്പോൾ ഇനി സിഗ്നേച്ചറിലെ സെക്കൻഡ് മോഡ്യൂൾ തുടങ്ങുകയാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആർട്ട്, ട്രൂത്ത് ആൻഡ് പൊളിറ്റിക്സ്. ഒരു സ്പീച്ചാണ്, ഹെറോൾഡ് പിൻറ്ററിൻ്റെ ആണ്. ഹെറോൾഡ് പിൻറ്റർ ഒരു നോബൽ പ്രൈസ് വിന്നിംഗ് ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്, സ്ക്രീൻ റൈറ്റർ, ഡയറക്ടർ ആൻഡ് ആക്ടർ ആണ്. അപ്പോൾ ഈ ഒരു ആള് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ഡെലിവർ ചെയ്തിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് അമേരിക്ക, അതായത് ഹെറോൾഡ് പിൻറ്റർ വാസ് അഗെയിൻസ്റ്റ് ദ വാർ അട്രോസിറ്റീസ് ആൻഡ് മിലിറ്ററി ഇൻ്റർവെൻഷൻസ് ബൈ US. US-കാരുടെ ആക്രമണങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാ വാറിലേക്കും അവരുടെ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട്, അതായത് അവർ മിക്കതും സപ്പോർട്ട് ചെയ്യുന്നത് മിലിറ്ററി സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് അമേരിക്ക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒക്കെ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. അത് ഭയങ്കര കറേജിയസും ട്രൂത്തും ഉള്ള പാഷനറ്റ്, ട്രൂത്ത്ഫുൾ ആൻഡ് കറേജിയസ് ആയിട്ടുള്ളൊരു സ്പീച്ചാണ്. അപ്പോൾ ഇത് വളരെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടില്ലെങ്കിൽ ഭയങ്കര ഡിബേറ്റും കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. കാരണം US-നെ പോലുള്ള വലിയൊരു കൺട്രീനെ കുറിച്ചിട്ട് ഒരു വലിയൊരു ഹാളിൽ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന ടൈമിലാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 2005 December 7 ഈവനിങ്ങിൽ സ്വീഡിഷ് അക്കാഡമിയിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് റെക്കോർഡ് ചെയ്തത് ഇടുകയാണ് ചെയ്തത്. ഒരു വലിയൊരു റൂമിൽ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു ഇതിൻ്റെ പേരിൽ. പിന്നെ അദ്ദേഹത്തിന് എല്ലാവരും ആൻറ്റി അമേരിക്കൻ ആണെന്ന് പറഞ്ഞു, അതായത് അമേരിക്കക്കാരുടെ എതിരായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലും സത്യമുണ്ട്. അതായത് US-ൻ്റെയും അതുപോലെ US എവിടെയൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നുഴഞ്ഞു കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതും അവരുടെ കുറേ അട്രോസിറ്റീസും അതിനൊക്കെ കുറിച്ചിട്ടാണ് ആൾ മെയിനായിട്ട് ഈ ഒരു സ്പീച്ചിലൂടെ പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിൻറ്റർ ബുഷ്, ബ്ലെയർ ഇവർ രണ്ടുപേരേനെയും വളരെ വിളിക്കുന്നത്, അതായത് ബുഷിനെയും ബ്ലെയറിനെയും വിളിക്കുന്നത് വാർ ക്രിമിനൽസ് എന്നാണ്. ഓക്കെ, വാർ ക്രിമിനൽസ് എന്നാണ് ബുഷിനെയും ബ്ലെയറിനെയൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ പോകുമ്പോൾ സ്പീച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: There are no hard distinctions between what is real and what is unreal, nor between what is true and what is false. A thing is not necessarily either true or false. It can be both true and false. അതായത് ആർട്ട് അല്ലെങ്കിൽ ഡ്രാമ എന്ന് പറയുന്ന ഈ സംഭവങ്ങളിൽ ട്രൂത്ത് എന്ന് പറയുന്നത് ഇല്ല. അല്ലെങ്കിൽ ഒരു സംഭവത്തിന് തന്നെ രണ്ട് സൈഡ് ഉണ്ടാവും. ട്രൂത്ത് ഉണ്ടാവും, ഫോൾസ് ഉണ്ടാവും. അല്ലെങ്കിൽ റിയാലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ റിയൽ ആണ്, അല്ലെങ്കിൽ അൺറിയൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ആർട്ടിലും ഡ്രാമയിലും മാത്രം കാണാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയാണ്, ഡ്രാമയിലും ആർട്ടിലും മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡ്രാമ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണല്ലേ സത്യത്തിൽ സംഭവിച്ചത്, ഓക്കെ ഇങ്ങനെയാണ് സംഭവം. പക്ഷെ നമ്മൾ ഡ്രാമ മുന്നോട്ട് വായിക്കും തോറും ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ വരാം. വേറെ വേർഷൻ ഓഫ് ട്രൂത്ത് നമുക്ക് കാണാം, വേറെ സത്യങ്ങൾ വരുന്നു. അപ്പോൾ അതല്ല, മുന്നത്തെ അല്ല സത്യം, ഇതാണ് സത്യം നമ്മൾ വിചാരിക്കുമ്പോഴേക്കും വേറെ സത്യങ്ങൾ വരുന്നു. അപ്പോൾ കുറേ വേർഷൻസ് ഓഫ് ട്രൂത്ത് നമുക്ക് കാണാം. അപ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ആർട്ടിലില്ല. പക്ഷേ അങ്ങനെയല്ല റിയൽ ലൈഫിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ, സൊസൈറ്റിയിൽ ഒരിക്കലും ആർട്ട് പോലെ ആയില്ല. അതായത് റിയാലിറ്റി ഇല്ല അല്ലെങ്കിൽ ട്രൂത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രൂത്ത് വേണം. പൊളിറ്റിക്സിലും അതുപോലെ തന്നെ ജീവിതത്തിലും സൊസൈറ്റിയിലും എന്ത് വേണം? ട്രൂത്ത് വേണം. നമ്മളത് മനസ്സിലാക്കണം എന്നാണ് ആൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എഴുത്തുകാരൊക്കെ കുറേ എഴുതുമ്പോൾ ഒരു ട്രൂത്ത് കഴിഞ്ഞ് അടുത്തൊരു ഇതിലുണ്ടാവും, വേറെ ട്രൂത്ത് ഉണ്ടാവും. അപ്പോൾ കുറേ ട്രൂത്തുകൾ ഉണ്ടാവും. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നൊരു സംഭവം ആർട്ടിലില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് പൊളിറ്റിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ തിയേറ്ററിൽ സെർമോനൈസിങ് പാടില്ല, ഒബ്ജക്റ്റിവിറ്റിയേ പാടുള്ളൂ. ഒബ്ജക്റ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരാൾക്ക് ബയസ്ഡ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുക, ഇതാണ് നല്ലത് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഇതാണ് ശരി എന്ന് വരുത്തി തീർക്കുക എന്ന് പറയില്ല, അതുപോലെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റിവിറ്റിയാണ് വേണ്ടത്, ഒബ്ജക്റ്റിവിറ്റിയാണ് എസെൻഷ്യൽ എന്ന് പറയുന്നു. പിന്നെ ട്രൂത്ത് ഇൻ ഡ്രാമ ഇസ് ഇല്യൂസീവ്, അതായത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രൂത്ത് കണ്ടുപിടിക്കാൻ. ആർട്ടിൽ ഡ്രാമയിലൊക്കെ ട്രൂത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായുള്ളൊരു കാര്യമാണ്. പിന്നെ പറയുന്നത് എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് കൊടുക്കണം. അല്ലാണ്ട് ഇങ്ങനെ പോകാൻ പാടുള്ളൂ, ഇങ്ങനെ ഒരൊറ്റ രീതിയിൽ അല്ലെങ്കിൽ ഒരൊറ്റ ആംഗിളിൽ മാത്രമേ ഇത് വിചാരിക്കാൻ പാടുള്ളൂ എന്നൊന്നും അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള എല്ലാ ആംഗിളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ പേഴ്സ്പെക്റ്റീവിൽ നിന്നും നോക്കിയിട്ട് വേണം കാര്യങ്ങൾ പറയാൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
ഇനി അദ്ദേഹം പറയുന്നത് US എന്ന് പറയുന്ന ഒരു രാജ്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ US എക്സാമ്പിൾ ആയിട്ട് എടുക്കാം നമുക്ക്. ട്രൂത്തും ഫോൾസും ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ എങ്ങനെയാണ് ട്രൂത്ത് ആൻഡ് ഫോൾസ് കാണിക്കുന്നത് എന്ന് ഫോർ എക്സാമ്പിൾ എടുക്കുന്നത് യു എസ് എ ഇറാഖിനെ ഇൻവേഡ് ചെയ്ത സംഭവം വെച്ചിട്ടാണ്. അതായത് USA എന്താണ് ഇറാഖിനെ ഇൻവേഡ് ചെയ്തപ്പോൾ പറഞ്ഞത്, അതായത് അവർ ജസ്റ്റിഫൈ ചെയ്തത് ഇങ്ങനെയാണ്. ഒന്ന്, അവരുടെ ഇറാഖിൻ്റെ 5th പ്രസിഡന്റ് ആയിട്ടുള്ള സദാം ഹുസൈൻ, അദ്ദേഹം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ മരിക്കും. 45 മിനിറ്റിനുള്ളിൽ എല്ലാ ഡിസ്ട്രക്ഷനും സംഭവിക്കും. ഭയങ്കര വലിയൊരു പ്രശ്നമാണ് അത് ഉണ്ടാക്കാൻ പോണത്. അതൊരു കാര്യം. രണ്ടാമത്തേത് അൽ ഖ്വയ്ദ, അതായത് ഒരു ഈജിപ്ഷ്യൻ ടെററിസ്റ്റ് ആണ് അയാളും ഇറാഖും തമ്മിലൊരു അലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ രണ്ടാളും കൂടിയിട്ട് അമേരിക്കനെതിരായിട്ട് വരുന്നുണ്ട് എന്നൊരു ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ 11, 2001 ന്യൂയോർക്കിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അൽ ഖ്വയ്ദയാണ്. അപ്പോൾ ഈ അറ്റാക്കിൽ ഇറാഖ് അൽ ഖ്വയ്ദനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. അത് അമേരിക്കയുടെ വ്യൂ മാത്രമാണ്. അമേരിക്ക വിചാരിക്കുന്ന കാര്യം എല്ലാവർക്കും വേൾഡിൽ എല്ലാവരും വിശ്വസിക്കണം എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ട് അവർ ഇൻവേഡ് ചെയ്തതാണ് ഇറാഖിനെ. വെറും തോന്നലായിരുന്നു. അത് ശരിക്കും സത്യമാണോ? അല്ല, സത്യമല്ല. സത്യമല്ലാത്തൊരു കാര്യം സത്യമാണെന്ന് വരുത്തി തീർത്തു അവർ. ജസ്റ്റിഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ അതാണ് പറയുന്നത്, ട്രൂത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇതിൽ. അതായത് ഇറാഖിന് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ അൽ ഖ്വയ്ദയായിട്ടോ അല്ലെങ്കിൽ സദാം ഹുസൈൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയിട്ട് അമേരിക്കനെ തകർക്കാൻ നോക്കിയെന്നോ അല്ലെങ്കിൽ എല്ലാവരും വേൾഡിനെ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയാണ് ഇറാഖ് എന്നുള്ളതൊന്നും ശരിയല്ല, ട്രൂത്ത് അല്ല, അത് ഫോൾസ് ആണെന്നാണ് ഹാരോൾഡ് പിൻഡർ പറയുന്നത്. അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഫോറിൻ പോളിസിയും അതുപോലെ തന്നെ അവരുടെ കുറേ അധികം അട്രോസിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് റഷ്യ അതായത് പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് റഷ്യ കുറേ അധികം ബ്രൂട്ടാലിറ്റീസും കുറേ അധികം ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യനെ കുറിച്ചിട്ട്. ന്യൂസ് പേപ്പേഴ്സിലും മീഡിയയിലും എല്ലായിടത്തും റഷ്യനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള വാർത്തകളായിരുന്നു. പക്ഷേ അതേ സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കുറേ അധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവർ കുറേ കൺട്രീസ് ഇൻവേഡ് ചെയ്തിട്ടുണ്ട്, കുറേ അട്രോസിറ്റീസ് നടത്തിയിട്ടുണ്ട്, കുറേ ഫോറിൻ പോളിസീസ് തെറ്റായിട്ടുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല, ഇതൊന്നും ആരും ചോദിച്ചു വരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അമേരിക്കയോട് ചോദിക്കുന്നില്ല. ബാക്കിയുള്ളതിനൊക്കെ, അതായത് റഷ്യയുടെ കാര്യമായിക്കോട്ടെ, എല്ലാവരുടെയും കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, വെരിഫൈഡ് ഡോക്യുമെൻ്ററി ഉണ്ട് എല്ലാ കാര്യത്തിനും. പക്ഷേ അമേരിക്ക ചെയ്ത കാര്യങ്ങൾക്ക്, അമേരിക്ക ചെയ്ത അട്രോസിറ്റീസിന്, അമേരിക്ക ചെയ്ത ബ്രൂട്ടാലിറ്റീസിന് ഒന്നും എന്തില്ല, തെളിവുകളില്ല, ഡോക്യുമെൻ്ററി ഇല്ല, അല്ലെങ്കിൽ വെരിഫൈ ചെയ്തിട്ടുള്ള ഒന്നും ഒരു തെളിവുകളും ഇല്ല. പക്ഷെ അമേരിക്ക പറയുന്നത് എന്താണ്, ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നത് അവർക്ക് ഇത്രേ വേണ്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. കാർട്ടെ ബ്ലാൻഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ഫ്രീഡം. ഞങ്ങൾ എല്ലാ കൺട്രീസും അബ്സല്യൂട്ട് ഫ്രീഡം എൻജോയ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നും പറയും. പക്ഷേ അവരുടെ നേരെ ഓപ്പോസിറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൺട്രീസിലും കയറി ഇൻവേഡ് ചെയ്തിട്ട് അവരുടെ ഫ്രീഡം ഒക്കെ എടുത്ത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ഇവരുടെ മെയിൻ പരിപാടി. മിലിറ്ററി ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഇൻവേഡ് ചെയ്തിട്ട് എല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. പക്ഷേ അവർ പറയുന്നതോ അബ്സല്യൂട്ട് ഫ്രീഡമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന്. ഓക്കെ. അതുപോലെ ഇവരുടെ ഇൻവേഷൻ എന്ന് പറയുന്നത്, അവരുടെ ആക്രമണം എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കില്ല. അവർ യൂസ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേര് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്നാണ്. ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഡ് ഫോഴ്സും ഒരു സ്റ്റേറ്റും തമ്മിലുള്ള ഒരു തല്ല്, ഓക്കെ, ഒരു അടി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് പറയുകയാണ്, ഇപ്പോൾ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്ഥലം മൊത്തത്തിൽ ഡിസ്ട്രക്ഷൻ വരികയാണ്. പക്ഷേ ഈ ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല വരുന്നത്. അല്ലെങ്കിൽ എപ്പോഴും എന്താണ് ഉണ്ടാവുന്നത്, ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ്. അതായത് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ കൺട്രി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവരാദ്യം എന്തെങ്കിലും ഇഞ്ചക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ കുറച്ച് ഡിസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാക്കി ആദ്യം അവിടെ ഇഞ്ചക്ട് ചെയ്യും. പിന്നെ അവർ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് പതുക്കെ മൊത്തം ഇന്ത്യയിൽ ആ ഡിസ്ട്രക്ഷൻ അങ്ങോട്ട് പരത്തും. അങ്ങനെ ടോട്ടൽ അവരാണ് ഇൻവേഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. പതുക്കെ എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവേഡ് ചെയ്തിട്ട് ടോട്ടലായിട്ട് അവർ ലാസ്റ്റ് എടുക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് പെട്ടെന്ന് പോയിട്ട് ഇൻവേഡ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടി ഇല്ല അവരുടെ. ഓക്കെ.
അപ്പോൾ അതാണ് മെയിൻ കാരണം. ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് ആണ് ഇവരുടെ മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് ഇവിടെ പറയുന്നത്, ഹാരോൾഡ് പിന്റർ അവരുടെ സ്പീച്ചിൽ പറയുന്നത്, ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് മീൻസ് ദാറ്റ് thousands of people die but slower than if you dropped a bomb on them in one fell swoop. അതായത് ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് മരിക്കും. പക്ഷെ അങ്ങനെ പെട്ടെന്ന് മരിക്കണത് ഇവർക്ക് ഇഷ്ടമല്ല. അവർക്കെല്ലാം പതുക്കെ എല്ലാവരും പതുക്കെ കൊല്ലാനാണ് താല്പര്യം എന്ന് പറയുന്നു. Okay, it means that you infect the heart of the country, that you establish a malignant growth and watch the gangrene bloom. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രിയുടെ ഹാർട്ട് അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ പാർട്ടിൽ പോയിട്ട് നിങ്ങൾ ഇൻജെക്ട് ചെയ്യുന്നു, ഓക്കെ, ഇൻഫെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. അത് പതുക്കെ സ്പ്രെഡ് ആവുന്നു. ലാസ്റ്റ് എന്താണ്? ആൻഡ് വാച്ച് ദ ഗാൻഗ്രീൻ ബ്ലൂം. ഗാൻഗ്രീൻ എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അത് ഒരു സ്ഥലത്ത് ഒരു പാർട്ട് ഓഫ് ദ ബോഡിയിൽ മാത്രം, അല്ലെങ്കിൽ ഒരു പാർട്ടിൽ മാത്രം ബ്ലഡ് പോവില്ല, ബാക്കി പാർട്ടിലേക്കൊക്കെ പോവും. അതുപോലെ ഒരു സ്ഥലത്ത് മാത്രം പോയി പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് പതുക്കെ എല്ലാ പാർട്സിലും, അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ എല്ലാ പാർട്സിലും ഈ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും. ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഓക്കെ, പക്ഷെ അവർ പറയുന്നത് അങ്ങനെയല്ല. ഞങ്ങൾ കംപ്ലീറ്റ് ഫ്രീഡം വേണം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ കൺട്രീസും ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് വിചാരിക്കുന്ന ഒരു കൺട്രിയാണ് ഞങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇനി ഇവരിങ്ങനെയൊന്നല്ല. ഇവരുടെ മിലിറ്ററി ഇൻവേഷനെ കുറിച്ചിട്ട് 2 എക്സാമ്പിൾസ് നമുക്ക് പറയാം. 2 എക്സാമ്പിൾസ് ആണ് മിലിറ്ററി ഇൻവേഷനെ കുറിച്ചിട്ട്, ഇൻ്റർവെൻഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇവരെങ്ങനെയാണ് മിലിറ്ററി ഫോഴ്സസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് ആദ്യം പറയുന്നത് ദ ട്രാജഡി ഓഫ് നിക്കാരാഗുവ. ദ ട്രാജഡി ഓഫ് നിക്കാരാഗുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാറാണ്. അതൊരു സിവിൽ വാർ പ്ലസ് എർത്ത് ക്വേക്ക്. അതായത് നിക്കാരാഗുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാർ വരികയാണ്, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള എർത്ത് ക്വേക്കും അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ അത് കാരണം കുറേ ആൾക്കാർ മരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് അവരുടെ വീടും എല്ലാം നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് പോവേർട്ടിയിലേക്ക് പോവുകയാണ് നിക്കാരാഗുവ. ആ ടൈമിൽ അവിടെ നടന്ന 2 ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്, ഒന്ന് കോൺട്രാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും, 2 മാർക്സിസ്റ്റ് സാൻഡിനിസ്റ്റ. ഒന്ന് കോൺട്രാസ്, 2 സാൻഡിനിസ്റ്റ. അപ്പോൾ കോൺട്രാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അമേരിക്കക്കാർ. അമേരിക്ക കോൺട്രാസിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. US എംബസിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൽ ഹാരോൾഡ് പിന്റർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെമ്പർ, ഈ ഒരു കമ്മ്യൂണിറ്റി ഡെലിഗേഷൻ്റെ മെയിൻ മെമ്പർ എന്ന് പറയുന്നത് ഫാദർ ജോൺ മെറ്റ്കാൽഫ് ആണ്. പിന്നെ ഈ US ബോഡിയുടെ ലീഡറായിട്ട് വന്നിരിക്കുന്നത് റൈമണ്ട് സെയ്റ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ US എംബസിയിൽ വെച്ചിട്ട് കോൺഗ്രസും അതുപോലെ കുറച്ച് ഡെലിഗേറ്റ്സും കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അതിലത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മെറ്റ്കാൽഫ്. ഓക്കെ, ഫാദർ മെറ്റ്കാൽഫ്. അപ്പോൾ മെറ്റ്കാൽഫ് പറയാണ്, സർ, ഞങ്ങളുടെ പാരിഷ്നേഴ്സ് എന്ന് പറഞ്ഞ, പാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവക. ഓരോ ചേർച്ചിന് ഒരു ഇടവക ഉണ്ട് എന്ന് പറയില്ലേ, പള്ളി ഇടവക. അപ്പോൾ അവിടുത്തെ ആൾക്കാർ, അപ്പോൾ ഇടവകക്കാരൊക്കെ കൂടിയിട്ട് ഒരു സ്കൂള്, ഒരു ഹെൽത്ത് സെൻറ്റർ, ഒരു കൾച്ചറൽ സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ കോൺട്ര പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ കോൺട്ര ഫോഴ്സ് അറ്റാക്ക് ചെയ്തിട്ട് സ്കൂൾസും ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ ഈ ഹെൽത്ത് സെൻറ്ററും കൾച്ചർ സെൻറ്ററും ഒക്കെ അവർ ഡിസ്ട്രോയ് ചെയ്തു. പിന്നെ നേഴ്സിനെയും ടീച്ചേഴ്സിനെയും റേപ്പ് ചെയ്തു. ഡോക്ടേഴ്സിനെ സ്ലോട്ടർ ചെയ്തു. നമ്മൾ സാധാരണ ആനിമൽസിനെ സ്ലോട്ടർ ചെയ്തു എന്നാണ് പറയുക. ഡോക്ടേഴ്സിനെ സ്ലോട്ടർ ചെയ്തു എന്ന് വെച്ചാൽ വെട്ടിക്കൊന്നു. പിന്നെ കുറേ ബ്രൂട്ടലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് നിങ്ങൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? അപ്പോൾ ഈ ഒരു മീറ്റിംഗ് കൂടിയിരിക്കണം എന്തിനാണ്? എങ്ങനെയാണ് കോൺട്രാസിനെ ഹെൽപ്പ് ചെയ്യുക, വാറിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം കോൺട്രാസിന്, എത്ര പൈസ കൊടുക്കേണ്ടി വരും കോൺട്രാസിനെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് ഈ ഒരു മീറ്റിംഗ്. അപ്പോൾ ഫാദർ ചോദിക്കുന്നത്, മെറ്റ്കാൽഫ് ചോദിക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക്, ഇത്ര ബ്രൂട്ടലായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? US ഗവൺമെൻറ് അത് വിഡ്രോ ചെയ്യണം. ഈ ഒരു പറഞ്ഞ പൈസ കൊടുക്കണം, അവരെ ഹെൽപ്പ് ചെയ്യണം, കോൺട്രാസിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ വിഡ്രോ ചെയ്യണം എന്ന് പറയാണ്. അപ്പോൾ റെയ്മണ്ട് സെയ്റ്റ്സ് അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ഫാദർ, ഹി സെഡ്, ലെറ്റ് മീ ടെൽ യു സംതിങ്, ഇൻ വാർ ഇന്നോസെൻറ്റ് പീപ്പിൾ ഓൾവേസ് സഫർ. അപ്പോൾ ആൾ പറഞ്ഞ മറുപടി എന്താ? ഫാദർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യുദ്ധത്തിൽ എപ്പോഴും സഫർ ചെയ്യുക ആരാണ്? ഇന്നസെൻറ്റ് പീപ്പിളാണ്. പാവങ്ങളാണ് എപ്പോഴും ബുദ്ധിമുട്ടിലാവുന്നത്. ഒരു വാർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടിലാവുന്നത് ഒരു കുഴപ്പത്തിന് നിൽക്കാത്ത പാവങ്ങളായിട്ടുള്ള ജനങ്ങളാണ് എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും ആകെ ഷോക്ക്ഡായി. എല്ലാവരും ഫ്രോസൺ സൈലൻസിൽ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവരും അന്തം വിട്ടുപോയി ആളുടെ മറുപടി കേട്ടിട്ട്.
ഇന്നസെൻറ്റ് പീപ്പിൾ ഇൻഡീഡ് ഓൾവേസ് സഫർ. അതെ, ശരിയാണ്. ഇന്നസെൻറ്റ് പീപ്പിളാണ് എപ്പോഴും സഫർ ചെയ്യാന്ന് ഹാരോൾഡ് പിൻറ്റർ പറയുന്നു. അപ്പോൾ വേറൊരാൾ എനിച്ചെന്ന് ചോദിക്കുകയാണ്, ഹാരോൾഡ് പിൻറ്റർ ഇത് അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇപ്പം നമുക്ക് പറയാണ്. ആ സമയത്ത് ആ ഒരു മീറ്റിങ്ങിൽ ആൾ പറഞ്ഞിട്ടില്ല, പക്ഷേ സ്പീച്ചിൽ പറയുന്നുണ്ട് ഇന്നസെൻറ്റ് പീപ്പിൾ ഇൻഡീഡ് ഓൾവേസ് സഫർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറൊരാൾ എനിച്ചെന്നിട്ട് പറയാണ്, ഇന്നസെൻറ്റ് പീപ്പിളാണ് സഫർ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അതറിയാം. അപ്പോൾ US കോൺഗ്രസ് ഗവൺമെൻറ് കാരണം, അല്ലെങ്കിൽ അവർ ഒരു ഡിസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, കുറേ ബ്രൂട്ടലായിട്ട് ടോർച്ചർ ചെയ്ത് ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സമയം, അതായത് അത് നടന്ന് കുറച്ചായിട്ടുള്ളൂ, അപ്പോഴേക്കും ഇപ്പം നിങ്ങൾ കോൺട്രാസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നില്ലേ? ഇങ്ങനെ നാട്ടിൽ മൊത്തം പ്രശ്നങ്ങളും ആകെ അടിപിടി യുദ്ധങ്ങൾ മാത്രം നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് നാണക്കേടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു കുറ്റബോധം തോന്നുന്നില്ലേ എന്ന് ചോദിച്ച ചോദ്യത്തിന് റെയ്മണ്ട് വീണ്ടും ആൻസർ പറയുന്നത്, I don't agree that the facts as presented supported assertions. അതായത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ളത്, എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ കൊണ്ടുവന്ന തെളിവുകളും രണ്ടും രണ്ടാണ്, അല്ലെങ്കിൽ രണ്ടും ഞാൻ അഗ്രി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺട്രാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സമോസ ഡിക്റ്റേറ്റർഷിപ്പ് സമോസ ഡിക്റ്റേറ്റർഷിപ്പ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എതിരായിട്ട് വന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇവർ എതിരായിട്ട് വന്നവരാണ് സാന്തിനിസ്റ്റാസ്. അപ്പോൾ സാന്തിനിസ്റ്റാസ് വന്നിട്ട് കോൺട്രാസിനെ അല്ലെങ്കിൽ സമോസ ഡിക്റ്റേറ്റർഷിപ്പിനെ ഡിഫീറ്റ് ചെയ്തിട്ട് അവരൊരു ഗവൺമെൻറ് കൊണ്ടുവന്നു, സാന്തിനിസ്റ്റ ഗവൺമെൻറ് കൊണ്ടുവന്നു. അങ്ങനെ അതിനൊരു റെവല്യൂഷൻ, ഒരു വലിയൊരു റെവല്യൂഷനൊക്കെ ആയിട്ട് പോപ്പുലർ ആയിട്ടുള്ള റെവല്യൂഷനൊക്കെ ആയി മാറി. എന്നിട്ട് അതിനെ നിക്കാരാഗുവ റെവല്യൂഷൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1979 നിക്കാരാഗുവയിൽ സാന്തിനിസ്റ്റ ഗവൺമെൻറ് ഫോം ചെയ്തു. അപ്പോൾ സാന്തിനിസ്റ്റ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും കോൺട്രാസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ അവർ പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിലുണ്ടായിരുന്നത്. അവരുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആണ്, ഡീസെൻ്റ് ആണ്, പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി ഉണ്ടാക്കുന്നവരാണ്. അതായത് എല്ലാം കൊണ്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നത്. അപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്താണ്, നമ്മൾ പറഞ്ഞു കുറേ ആൾക്കാർ പോവേർട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന്, ആ ആൾക്കാരൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, പോവേർട്ടി ഇല്ലാണ്ടാക്കിയവർ. പിന്നെ ലാൻഡ് നഷ്ടപ്പെട്ട് കുറേ ആൾക്കാർ അന്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ലാൻഡ് കൊടുത്തു. ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു, ഫ്രീ ഹെൽത്ത് സർവീസ് കൊടുത്തു, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കുറഞ്ഞു, അതുപോലെ ഇല്ലിറ്ററസി റേറ്റ് കുറഞ്ഞു, ലിറ്ററസി റേറ്റ് കൂടി. അപ്പോൾ ഇങ്ങനെ പലതരം, പിന്നെ കുറേ സ്കൂളുകൾ ഉണ്ടാക്കി, എഡ്യൂക്കേഷൻ കൊടുത്തു, സ്കൂളുകൾ ഉണ്ടാക്കി, എഡ്യൂക്കേഷൻ കൊടുത്തു, ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ടാക്കി, എല്ലാവർക്കും നല്ല ഭക്ഷണം, എല്ലാവർക്കും നല്ല ട്രീറ്റ്മെൻറ്റ്, എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വന്നിട്ട് എന്ത് ചെയ്യാണ്, സാന്തിനിസ്റ്റാസിനെ താഴ്ത്താക്കിയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വീണ്ടും കൈയടക്കുകയാണ്, നിക്കാരാഗുവനെ കൈയടക്കുകയാണ്. അപ്പോൾ എന്താണ്, ബാക്ക് ടു ഡിസ്ട്രക്ഷൻ. മൊത്തം വീണ്ടും പീപ്പിളൊക്കെ എല്ലാവരും പോവേർട്ടിയിലായി, എല്ലാവർക്കും സ്കൂളൊക്കെ ഇല്ലാണ്ടായി, ഹെൽത്ത് സർവീസ് ഒന്നുമില്ല, അപ്പോൾ ആകെ ഡിസ്ട്രക്ഷൻ മാത്രം. പക്ഷേ അവർ പറയുന്നത് എന്താണ്, ഡെമോക്രസി ഹാഡ് പ്രിവെയിൽഡ്. എന്താണ് സുപ്പീരിയർ, ഡെമോക്രസി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പറയുന്നത് ഡെമോക്രസി വേണം, ഫ്രീഡം വേണം എന്ന് പറയുന്നു, പക്ഷെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അവർ ചെയ്യുന്നത് ആണ് പറയുന്നത്. അതുപോലെ തന്നെ കുറേ മിലിറ്ററി ഇൻ്റർവെൻഷൻസ് കാരണം കുറേ മിലിറ്ററി ഇൻ്റർവെൻഷൻസ് അവർ ചെയ്തിട്ടുണ്ട്, അതൊന്നും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും മെയിനായിട്ട് അവരുടെ ചിലിയിൽ അവർ നടത്തിയ മിലിറ്ററി ഇൻ്റർവെൻഷൻ ഭയങ്കര ഒരു ഡിക്റ്റേറ്റർഷിപ്പ്, അവർ ഭയങ്കര ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഭയങ്കര ഹൊററാണത്, ഭയങ്കര പേടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവർ ചെയ്തത് അതിൽ. ഓക്കെ, പിന്നെ പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഒരാളും ചോദിക്കില്ല. അതായത് കുറേ ആൾക്കാർ മരിച്ചു, ഇവരുടെ ഇൻ്റർവെൻഷൻ മിലിറ്ററി ഫോഴ്സ് കാരണം കുറേ പേര് മരിച്ചു, കുറേ പേരെ കാണാനില്ല, കുറേ പേര് തടവിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരാണ് അവർ, എന്താണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ തടവിലാക്കി വെച്ചിരിക്കുന്നത്, എത്ര പേരുണ്ട്, എത്ര ആൾക്കാർ മരിച്ചു എന്നുള്ള ലിസ്റ്റോ ഇതിൻ്റെ നമ്പറോ ഒന്നും വന്നിട്ടില്ല പുറത്തേക്ക്. എന്തുകൊണ്ടാണ് വരാത്തത്? നമുക്ക് ചില ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അമേരിക്കക്കാരനാണ് ഇങ്ങനെ ഒരു ഈ അട്രോസിറ്റീസ് ഒക്കെ കാരണം അമേരിക്ക എന്ന് കുറേ ആൾക്കാർക്ക് അറിയാം, അവരുടെ അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളുണ്ട്, പക്ഷേ ആരും ഫ്രണ്ടിൽ വരുന്നില്ല. അപ്പോൾ ഹാരോൾഡ് പിൻറ്റർ ചോദിക്കുകയാണ്, എന്ത് പറ്റി, നിങ്ങൾക്കൊക്കെ മോറൽ സെൻസിബിലിറ്റി നഷ്ടമായോ, കോൺസൈൻസ് അല്ലെങ്കിൽ മനസാക്ഷി എന്ന് പറയുന്ന സംഭവം എല്ലാവരുടെയും നിന്നും പോയോ, അത് എന്താണ് അത്, ആ മനസാക്ഷി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കളഞ്ഞതാണോ, അത് ചത്തുപോയോ, അത് ഡെഡ് ആയോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് മിലിറ്ററി ഇൻ്റർവെൻഷൻ ആണ് ആദ്യം കാണിക്കുന്നത്, നിക്കാരാഗുവനെ വെച്ചിട്ടാണ്, ട്രാജഡി ഓഫ് നിക്കാരാഗുവ. സെക്കൻഡ് വൺ ഗ്വാൻറ്റനാമോ ബേ ആണ്.
ഗ്വാൻറ്റനാമോ ബേയിൽ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് കുറേ ആൾക്കാരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, തടവുകാരാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ജനേവ കൺവെൻഷന് ഒരു സപ്പോർട്ടും ഇല്ല. അതായത് ഇങ്ങനെ പിടിച്ചു വെക്കുന്നതിന് ജനേവ കൺവെൻഷന് ഒരു സപ്പോർട്ടും ഇല്ല. അതുപോലെ തന്നെ പല ഇൻ്റർനാഷണൽ ആൾക്കാർക്കും ഇതറിയാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റികൾക്കൊക്കെ ഇതറിയാം. പക്ഷേ ഒരാൾ മുന്നോട്ട് വരില്ല. എന്താണ് ആരും മുന്നോട്ട് വരാത്തത്? എല്ലാവർക്കും അമേരിക്കനെ പേടിയാണ്. ഇവർക്ക് ഈ ഗ്വാൻറ്റനാമോ ബേയിലുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കില്ല, അവർക്ക് എന്താണ് പോയിസണോ അങ്ങനെ സംഭവങ്ങളൊന്നും കൊടുക്കില്ല. പക്ഷെ എന്താ ചെയ്യുക, ട്യൂബ് ഇട്ട് ഇറക്കും, തൊണ്ടയിൽ കൂടെ ട്യൂബ് ഇട്ട് ഇറക്കും. അപ്പോൾ അവർ ചോര ഛർദ്ദിക്കും. അപ്പോൾ അങ്ങനത്തെ ബ്രൂട്ടലായിട്ട് ഭയങ്കര എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം ഹ്യൂമനെ ദ്രോഹിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും ഇതിനെതിരായിട്ട് വരികയാണ്, അതായത് അമേരിക്കക്കാരോട് പറയുകയാണ് ഗ്വാൻറ്റനാമോ ബേനെ റിലീസ് ചെയ്യണം, ഇതൊക്കെ തെറ്റാണ്, ഇത് ഇല്ലീഗലാണെന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക മുന്നേ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ആരെങ്കിലും ഗ്വാൻറ്റനാമോ ബേനെ സപ്പോർട്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ എഗൻസ്റ്റ് ആണ് ഞങ്ങൾ നിങ്ങളെ അൺഫ്രണ്ട് ചെയ്യും. ഇപ്പോൾ ഇന്ത്യ പറയുകയാണ് അമേരിക്കക്കാർ തെറ്റാണ്, ഗ്വാൻറ്റനാമോ ബേനെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയുടെ ശത്രുവായിട്ട് മാറും, അവർ അൺഫ്രണ്ട് ചെയ്യും നമ്മളിനെ. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. ഇവർക്കാണെങ്കിൽ ഭയങ്കര മിലിറ്ററി ഫോഴ്സും ഉണ്ട്. ഇനിയിപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ കൺട്രിയിൽ വന്നിട്ട് ഇൻവേഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സംഭവത്തിന് പേടിയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിക്കോട്ടെ, അമേരിക്കയിലത്തെ ഗവൺമെൻറ് ആയിക്കോട്ടെ, എല്ലാവരും മിണ്ടാണ്ടിരുന്നു, ഒരാളും ചോദിച്ചില്ല. എല്ലാവർക്കും അറിയാം ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്വാൻറ്റനാമോ ബേയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. പക്ഷെ ആരും ചോദിക്കുന്നില്ല, കാരണം എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ആരും ചോദിക്കില്ല എന്നുള്ള ധൈര്യം ഇവർക്കുണ്ട്, അമേരിക്കക്കാർക്ക്. അപ്പോൾ ഇവരുടെ മിലിറ്ററി ഇൻ്റർവെൻഷന് മെയിനായിട്ടൊരു കാര്യം പറയുന്നത് ഇറാഖിൻ്റെ ഇൻവേഷൻ എന്ന് പറയുന്നത് അവർ ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അവർ ടെററിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ടെററിസം സ്പ്രെഡ് ആവും, ഇറാഖ് കാരണം ടെററിസം സ്പ്രെഡ് ആവും എന്നൊക്കെ അവർ പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ലിബറേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്, ഇൻ്റർനാഷണൽ ലോ പ്രകാരമാണ് ഞങ്ങൾ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറാഖിനെ ഇത്രത്തോളം ഞങ്ങൾ ബ്രൂട്ടലി എന്താണ് ചെയ്തതും അതുപോലെ ടോർച്ചർ ചെയ്തതൊക്കെ ഞങ്ങളുടെ എന്തിനാണ്? ബ്രിങ്ങിങ് ഫ്രീഡം ആൻഡ് ഡെമോക്രസി ടു ദ മിഡിൽ ഈസ്റ്റിന് ഫ്രീഡം ഡെമോക്രസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്നും ഇവർ പറയുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്താണ്, ഇവരുടെ ഈ ജസ്റ്റിഫൈ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ, ഇന്നോസെൻറ്റ് പീപ്പിളാണ് അവരുടെ ജീവനാണ് പോയത്. ഓക്കെ. ഒരു കാര്യം, അതായത് സത്യം നമ്മളെ പറഞ്ഞ് ഇവർ ഇല്ലാത്ത സത്യം പറഞ്ഞുണ്ടാക്കിയിട്ട് ഇൻവേഡ് ചെയ്തു, ഇറാഖിനെ ഇൻവേഡ് ചെയ്തു, അവരൊക്കെ കുറേ ആൾക്കാരെ കൊന്നു, ഇന്നസെൻറ്റ് പീപ്പിളിനൊക്കെ കൊന്നു. എന്നിട്ട് അവരിങ്ങനെ ഞങ്ങളാണ് ശരി, അല്ലെങ്കിൽ അമേരിക്കക്കാരാണ് ശരി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൾക്കാരനെ, ഇപ്പോൾ അമേരിക്കക്കാർക്ക് നിങ്ങളൊരു ക്രിമിനൽ ആണെന്ന് പറയണമെങ്കിൽ എത്ര ആൾക്കാരെ നിങ്ങൾ കൊല്ലും? 1000, 10,000, എത്ര ആൾക്കാരെ നിങ്ങൾ കൊല്ലും എന്ന് ചോദിക്കുകയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ഇനി നമ്മുടെ ബുഷിനെയും അതുപോലെ ബ്ലെയറിനെയും കുറിച്ച് പറയുകയാണ്. ബുഷ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ റെക്ടിഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ മെറൈനിൽ വിടും. ഓക്കെ. ബ്ലെയർ ഓൺ ദ അതർ സൈഡ് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്, കോർട്ടിനെ റെക്ടിഫൈ ചെയ്ത്, അതായത് അംഗീകരിച്ചിട്ടുണ്ട്. റെക്ടിഫൈ പറഞ്ഞാൽ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് പ്രോസിക്യൂഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഹി വിൽ ബി അവൈലബിൾ ഫോർ പ്രോസിക്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് ഹെറോൾഡ് പിന്റർ പറയാണ്, we can let the court have his address if they are interested. It is number 10 Downing Street, London. അപ്പോൾ കോർട്ടിന് താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു സർക്കാസ്റ്റിക്കലി അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കോർട്ടിന്, അപ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം, നമ്പർ 10 ഡൗണിങ് സ്ട്രീറ്റ്, ലണ്ടനിലാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ കളിയാക്കി പറയാണ്. ആരും ഒന്നും ചെയ്യില്ല എന്നറിയാം, ബ്ലെയറിനെ ആയാലും ബുഷിനെ ആയാലും രണ്ടാളെയും ആരും ഒന്നും ചെയ്യില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതാണ്. ഓക്കെ. ഇനി മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇറെലവൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ മരിച്ചു, എത്ര ഡെഡ് ബോഡീസ് ഉണ്ട്, ആരൊക്കെയാണ് മരിച്ചവർ, ഇതിൻ്റെ എണ്ണമൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണക്ക് പറയാൻ പറഞ്ഞപ്പോൾ അമേരിക്കയിലെ ജനറൽ പറയാണ്, ടോമി ഫ്രാങ്ക് പറയുന്നത്, വി ഡോണ്ട് ഡു ബോഡി കൗണ്ട്സ് എന്നാണ്. അതായത് ഞങ്ങൾ ഡെഡ് ബോഡീസ് എണ്ണാറില്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ എത്ര ആൾക്കാരെ കൊന്നു എന്നുള്ളത് കണക്കില്ല എന്നർത്ഥം. കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇവരുടെ ഈ ഒരു അട്രോസിറ്റീസ് കാരണം, ഇവരുടെ ഇൻവേഷൻ കാരണം കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ പറയുന്നത് ഈ ഇറാഖ് ഇൻവേഷൻ്റെ ശേഷം ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു, ന്യൂസ് പേപ്പറിൽ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് പോപ്പുലറായി, അങ്ങനെ വൈറലായി പോയിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ടിലാണ് ഉണ്ടായത്. അത് ബ്ലെയർ
ഒരു ഇറാഖി ബോയിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയ്ക്കുന്ന ഒരു ഫോട്ടോ, കിസ് ചെയ്യുന്ന, ചീക്കിൽ കിസ് ചെയ്യുന്ന ഒരു ഫോട്ടോ. ഓക്കെ, അത് ഭയങ്കരമായിട്ട്, അത് അതിൽ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എ ഗ്രേറ്റ്ഫുൾ ചൈൽഡ് എന്നാണ്. അതായത് ബ്ലെയർ തൊട്ടല്ലോ കുട്ടീനെ, അപ്പോൾ കുട്ടി ഗ്രേറ്റ്ഫുൾ ആയി. പക്ഷെ കുട്ടിക്ക് ഫാമിലി ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഈ ഡിസ്ട്രക്ഷൻ കാരണം എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ബ്ലെയർ തൊട്ട കാരണം കുട്ടി ആരായി? ഗ്രേറ്റ്ഫുൾ ചൈൽഡായി. അടുത്ത കുറച്ച് ദിവസത്തിന് ശേഷം ഒരു വാർത്ത വരികയാണ്, അതും ഫ്രണ്ട് പേജിലല്ല, നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാത്ത കോളംസ് ഉണ്ടാവില്ലേ, അവിടെ വന്നിരിക്കുകയാണ് ഒരു കുട്ടി, കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടി, ഈ ഒരു ബോംബ് ചെയ്തിട്ട് ഡിസ്ട്രക്ഷൻ കാരണം കുട്ടിക്ക് കൈ പോയിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, വെൻ ഡു ഐ ഗെറ്റ് മൈ ആംസ് ബാക്ക്? എപ്പോഴാണ് എനിക്ക് എൻ്റെ ആംസ് തിരിച്ചു കിട്ടുക എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. ഇതിനാർക്കും ആൻസേഴ്സ് ഇല്ല. ഈ കുട്ടീനെ ബ്ലെയർ വന്നിട്ട് കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കിസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ആ കുട്ടിയുടെ മേത്ത് ബ്ലഡ് ഉണ്ട്. ബ്ലഡ് ഡേർട്ടി ആണല്ലോ, ഡേർട്ടിയാണ്. അത് ഷർട്ടിൻ്റെ മുകളിലോ ടൈൻ്റെ മുകളിലൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കറ കളയാൻ പാടാണ്. അതുകൊണ്ട് ഈ ഡിസ്ട്രക്ഷൻ കാരണം വീട് നഷ്ടപ്പെട്ടിട്ട്, എന്താ പറയുക, ഇറാഖി ഒരു കുട്ടീനെ കണ്ടപ്പോൾ ആൾ ചീക്കിൽ കിസ് ചെയ്തൊരു ഫോട്ടോ വൈറലായി. പക്ഷെ ഒരു കുട്ടിയുടെ കൈ പോയിട്ടൊരു കുട്ടിയുണ്ട്, അതിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. അത് പക്ഷെ എന്താണ്, അത് ഏറ്റവും ഏതൊക്കെയോ ഒരു പേജിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. കാരണം മീഡിയാസിന് വരെ പേടിയാണ്. എല്ലാം അമേരിക്കക്കാരനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായി വെച്ചിട്ട് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാം അങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഇൻവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് 2000 അമേരിക്കൻസ് മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ മരിച്ചിട്ട് ഫ്യൂണറലിലേക്ക് കൊണ്ടുപോയത് രാത്രിയാണ്, നാണക്കേട് കാരണം. അവർ എംബാരസ്ഡ് ആണ്, അതായത് നാണക്കേടായി. 2000 അമേരിക്കൻസ് ഒക്കെ മരിച്ചില്ലേ, ഇറാഖുകാർ അതിനും കൂടുതൽ മരിച്ചിട്ടുണ്ട്. പക്ഷെ 2000 അമേരിക്കക്കാർ മരിച്ചപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര നാണക്കേടായി. ഇങ്ങനെയാണ് ഇപ്പോൾ രാവിലെ ഇവരുടെ ഫ്യൂണറൽ നടത്തുക. അതുകൊണ്ട് അവർ രാത്രിയാണ് ഫ്യൂണറൽ നടത്തിയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് 702 മിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. 132 കൺട്രീസിലായിട്ട് 702 മിലിറ്ററി ഫോഴ്സസ് ആണുള്ളത്. ഓക്കെ, ഇപ്പോൾ അവർ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് പോസസസ് 8000 ആക്റ്റീവ് ആൻഡ് ഓപ്പറേഷണൽ ന്യൂക്ലിയർ വാർ ഹെഡ്. അവരിപ്പോൾ ന്യൂക്ലിയർ വാർ ഹെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, 8000 പോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വന്നിരിക്കുന്ന പേര് ബങ്കർ ബ്ലസ്റ്റർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡെവലപ്പിംഗ് ന്യൂ സിസ്റ്റം ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ആണ്. 2000 ആർ ഓൺ ഹെഡ് ട്രിഗർ അലേർട്ട് റെഡി ടു ബി ലോഞ്ച്ഡ് വിത്ത് 15 മിനിറ്റ്സ് വാർണിംഗ്. അപ്പോൾ ഇതാണ് ഈ ഒരു ബങ്കർ ബസ്റ്ററിൻ്റെ പ്രത്യേകത. അതൊരു പുതിയ ഒരു ഡെവലപ്മെൻ്റ് ആണ്, ന്യൂ സിസ്റ്റം ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അതിന് പേര് കൊടുത്തിരിക്കുന്നത് ബങ്കർ ബസ്റ്റർ എന്നാണ്. ഈ ബങ്കർ ബസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടാണ് എക്സ്പ്ലോഡ് ചെയ്യുക, അണ്ടർഗ്രൗണ്ട് എക്സ്പ്ലോഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടി അവർ ഉണ്ടാക്കുന്നത്? ഈ ന്യൂക്ലിയർ ബോംബ്സും ഈ സംഭവങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ടാണോ? എനിക്ക് വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ചൈനയ്ക്ക് വേണ്ടിയിട്ടാണോ? പാരീസിന് വേണ്ടിയിട്ടാണോ? ആർക്കും അറിയില്ല. അത് എവിടെയെങ്കിലും ഒരു ദിവസം പൊട്ടും, അപ്പോൾ നമുക്കറിയാം. അത്രയേ ഉള്ളൂ. അതാണ് അവർ ഭയങ്കരമായിട്ട് മിലിറ്ററി ഫോഴ്സസ് യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് ആണ് അവർ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവരത്ര കെയർഫുള്ളായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ബോംബ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് പിന്നെ അവർക്ക് ഈ മിലിറ്ററി ഫോഴ്സ് പെർമനൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരാണ്. അവർ ഈ മിലിറ്ററി ഫോഴ്സ് ഒന്നും റിലീസ് ചെയ്യില്ല. അവർക്ക് അങ്ങനെയല്ല, എല്ലാതിലേക്കും പോകാൻ, ഇൻവേഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഈ അമേരിക്കൻ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് നാണക്കേടായിട്ടുള്ള അമേരിക്കക്കാർ വരെയുണ്ട്. ഇവരുടെ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ കാരണം, ഈ ബ്രൂട്ടാലിറ്റിയും അട്രോസിറ്റീസ് ഒക്കെ കാരണം നാണം കെട്ടിട്ട്, അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്ന അമേരിക്കൻ ഗവൺമെൻറ്റിനോട് നാണക്കേട് തോന്നുന്ന അമേരിക്കൻ സിറ്റിസൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. കുറേ ആൾക്കാർക്ക് എങ്ങനെയാണ് പറയുക, കാരണം ജീവിക്കുന്ന അമേരിക്കയിലല്ലേ, അവരെ എതിരായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര നാണക്കേടായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇനി പ്രസിഡന്റ് ബുഷിനെ കുറിച്ച് പറയുകയാണ്. പ്രസിഡന്റ് ബുഷിനെ കുറിച്ചിട്ട് ഒരു സ്പീച്ച് പറയാം, അല്ലെങ്കിൽ പ്രസിഡന്റ് ബുഷ് എങ്ങനെയായിരിക്കും ഒരു നാഷണൽ ടി വിയിൽ സ്പീച്ച് പറയുക എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അയാൾക്ക് കുറേ കേപ്പബിൾ ആയിട്ടുള്ള സ്പീച്ച് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ വെറുതെ ട്രൈ ചെയ്യാണ്, ഞാൻ വോളണ്ടിയർ ചെയ്യാണ്. അങ്ങനത്തെ ഒരു ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഞാൻ ബുഷ് പറയുന്നത്, അല്ലെങ്കിൽ ബുഷ് ഇങ്ങനെയായിരിക്കും പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്പീച്ച് പറയുന്നുണ്ട്. അതിന് മുന്നേ ബുഷിന് ഇങ്ങനെയാണ് പറയുന്നത്: ഐ സീ ഹിം ഗ്രേവ്, ഹെയർ കെയർഫുള്ളി കോംഡ്, സീരിയസ്, വിന്നിങ് സിൻസിയർ, ഓഫൻ ബിഗേർലിംഗ്, സംടൈംസ് എംപ്ലോയിങ് എ റൈ സ്മൈൽ, ക്യൂരിയസ്ലി അട്രാക്റ്റീവ്, എ മാൻസ് മാൻ. അപ്പോൾ എല്ലാതരം ഒരു എന്താ പറയുക, നമുക്ക് പറയില്ല, ഒരു ആണിന് വേണ്ട എല്ലാ ക്വാളിറ്റീസ് ഉള്ള ഒരു നല്ല ഒത്തൊരു മനുഷ്യനാണ് ആള്. പക്ഷേ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ആളിങ്ങനെയായിരിക്കും സ്പീച്ച് പറയുക. ഇതാണ് സ്പീച്ച്. അത് ഹെറാൾഡ് പിൻഡർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗോഡ് ഇസ് ഗുഡ്, ഗോഡ് ഇസ് ഗ്രേറ്റ്, ഗോഡ് ഇസ് ഗുഡ്, മൈ ഗോഡ് ഇസ് ഗുഡ്, ബിൻ ലാദൻസ് ഗോഡ് ഇസ് ബാഡ്, ഹിസ് ഇസ് എ ബാഡ് ഗോഡ്, Saddam's God was bad, except he didn't have one.
He was a barbarian. We are not barbarians. We don't chop people's heads off. We believe in freedom. So does God. I'm not a barbarian. I am the democratically elected leader of a freedom loving democracy. We are a compassionate society. We give compassionate electrocution and compassionate lethal injection. We are a great nation. I am not a Levin dictator. He is. I am not a barbarian. He is. And he is. They all are. I possess moral authority. You see this fist? This is my moral authority. And don't you forget it. ഇങ്ങനെയായിരിക്കും ബുഷ് ഒരു നാഷണൽ ടി വിയിൽ പോയിട്ട് സ്പീച്ച് പറയുക. ഇങ്ങനെയായിരിക്കും എന്നാണ് ആര് പറയുന്നത്? ഹെറോൾഡ് പിഞ്ചർ പറയുന്നത്. ഗോഡ് നല്ലതാണ്, എൻ്റെ ഗോഡ് നല്ലതാണ്, സദ്ദാമിൻ്റെ ഗോഡ് നല്ലതല്ല, ബാക്കിയുള്ള എല്ലാ ടെററിസ്റ്റുകളുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഒന്നും ഗോഡ് നല്ലതല്ല. കാരണം അവരൊക്കെ ബാർബേറിയൻസ് ആണ്. ഞാൻ ബാർബേറിയൻ അല്ല, ഞാൻ ഡെമോക്രസി ലവ് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഡെമോക്രസി ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഭയങ്കര കമ്പാഷനറ്റ് ആണ്, ഞങ്ങൾ ഭയങ്കര കൈൻഡ് ആണ്. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന്. ഞാനൊരു ഡിക്റ്റേറ്റർ അല്ല. ഞാൻ വേറെ ആൾക്കാരുടെ പോലെ അല്ലെങ്കിൽ വേറെ ടെററിസ്റ്റുകളുടെ പോലെ അല്ലെങ്കിൽ ഡിക്റ്റേറ്റേഴ്സിൻ്റെ പോലെയല്ല. ഞങ്ങൾ ഭയങ്കര ഡെമോക്രസി അല്ലെങ്കിൽ ഫ്രീഡം ലവ് ചെയ്യുന്ന കുറച്ചൊരു കൂട്ടം ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ് ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മോറൽ അതോറിറ്റി ഉണ്ട്. ഐ പോസസ് മോറൽ അതോറിറ്റി. അപ്പോൾ മോറൽ അതോറിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉണ്ട്. അത് നിങ്ങൾ ആരും മറക്കരുത് എന്നായിരിക്കും ആൾ പറയുക. പക്ഷേ നേരെ തിരിച്ചാണ് ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും. നേരെ ഉൾട്ടയാണെന്ന് അറിയില്ല, ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഡെമോക്രസി ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് അമേരിക്കൻസ് ഡെമോക്രസി ലവ് ചെയ്യുന്നുണ്ട്. പക്ഷേ വേൾഡിലത്തെ വേറെ കൺട്രീസൊന്നും ഡെമോക്രസി എൻജോയ് ചെയ്യുന്നവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണല്ലോ ഇവർ ഇൻവേഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഒരു റൈറ്റർ എന്ന നിലയ്ക്ക് റൈറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനത്തെ അട്രോസിറ്റീസും എന്താണോ സത്യം അത് സത്യം പോലെ എഴുതുക. ആരെയും പേടിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കരുത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്നൊന്നും ആലോചിക്കരുത്. എന്താണ് നാട്ടിൽ നടക്കുന്നത്, എന്താണ് സൊസൈറ്റിയിൽ നടക്കുന്നത്, എന്താണ് പൊളിറ്റിക്സിൽ നടക്കുന്നത്, അത് അങ്ങനെ തന്നെ എഴുതണം. അങ്ങനെ തന്നെ എഴുതിയാലാണ് നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എങ്കിലാണ് നമുക്ക് ട്രൂത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പൊളിറ്റിക്സിൽ ട്രൂത്ത് യൂണിവേഴ്സലാണ്. ഒരൊറ്റ ട്രൂത്തേ ഉള്ളൂ എല്ലാത്തിനും. ഇപ്പോൾ നമ്മൾ ഇറാഖിൻ്റെ കാര്യം പറഞ്ഞ പോലെ അമേരിക്കക്കാർ പറഞ്ഞുണ്ടാക്കി കുറേ കാര്യങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇൻവേഡ് ചെയ്തതെന്നുള്ളത്. പക്ഷെ അതൊക്കെ നുണയാണ്. അത് നമ്മൾ പിന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരൊറ്റ സത്യമേ ഉള്ളൂ. അമേരിക്കക്കാർക്ക് എല്ലാം ഇൻവേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അവർക്ക് മിലിറ്ററി ഫോഴ്സസ് ഉണ്ട്, അവരെങ്ങനെയെങ്കിലും ഇൻവേഡ് ചെയ്യും, ഇതാണ് സത്യം. പക്ഷെ അമേരിക്ക അത് ഡിനൈ ചെയ്തിട്ട് അവർ കുറേ ജസ്റ്റിഫൈ ചെയ്യാൻ കുറേ നോക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ പറയുന്നത് കുറേ അധികം നമ്മുടെ നാട്ടിൽ കുറേ നല്ലതല്ലാത്ത കാര്യം നടക്കുന്നുണ്ട്. കുറേ അട്രോസിറ്റീസ് നടക്കുന്നുണ്ട്. കുറേ അൺസ്വേവിങ് ഫിയേഴ്സ്, ഇൻ്റലക്ച്വൽ ഡിറ്റർമിനേഷൻ ഒക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇൻ്റലക്ച്വൽ ഡിറ്റർമിനേഷൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിരിക്കണം എപ്പോഴും. നമ്മൾ ഒരിക്കലും ചാഞ്ഞു പോകരുത്. അയ്യോ അവർ പറഞ്ഞത് ശരിയാണ് വിചാരിച്ച് അങ്ങോട്ട് പോകരുത്. അമേരിക്കക്കാർ പറഞ്ഞാൽ ശരിയാണ്, അമേരിക്കക്കാർ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ഇറാഖ് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖ് പറഞ്ഞത് ശരി പറഞ്ഞിട്ട് ഫ്ലിഞ്ച് ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കരുത്. ഫ്ലിക്കേർഡ് മൈൻഡഡ് ആവരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കരുത്. നമ്മളെപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം. നമ്മൾ എന്താണോ ട്രൂത്ത് അത് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിലും നമ്മുടെ സൊസൈറ്റിയിലും എന്ത് വേണം? ഈ റിയൽ ട്രൂത്ത് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഡിഗ്നിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ഈ ഒരു ഫാക്ട് അല്ലെങ്കിൽ റിയൽ ട്രൂത്ത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്തുള്ളൂ? ഡിഗ്നിറ്റി ഉള്ളൂ. ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഇങ്ങനെ കുറഞ്ഞു വരുന്നൊരു സംഭവമാണ്. ഡിഗ്നിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് ലൂസ് ആവാണ്ട് നോക്കണം. നമ്മളത് ഒരിക്കലും ലോസ് ചെയ്യരുത്. അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇതിലൂടെ ഈ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹം മെയിനായിട്ട് പറയുന്നത് ഡയറക്റ്റ് പൊളിറ്റിക്കൽ ക്രിട്ടിക്കാണ്. ഈ ഒരു സ്പീച്ച് ഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. എന്താണോ പറയാനുള്ളത് ഡയറക്റ്റ് ആയിട്ട് ആൾ പറയുന്നുണ്ട്. അമേരിക്കക്കാരനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അമേരിക്കക്കാരനെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. US ആർമി, അതായത് US ഫോഴ്സ് എന്നും പറയുന്നുണ്ട്. ബുഷിൻ്റെയും ബ്ലെയറിൻ്റെ പേര് വരെ അദ്ദേഹം കൃത്യമായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് അത്ര ധൈര്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഒരു സ്പീച്ച് ഇത്ര അധികം ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു സ്പീച്ച് ഇങ്ങനത്തെ ഒരു സ്പീച്ചൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുന്നത് നമ്മൾക്കും ഇങ്ങനെ സ്പീച്ച് പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാനും പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് റിയൽ ട്രൂത്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ട്രൂത്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡിഗ്നിറ്റി നഷ്ടപ്പെടും.
ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് യു എസ് എനെ അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവെൻഷൻസിനെ കുറിച്ചിട്ടും അവരുടെ മിലിറ്ററി ഫോഴ്സിനെ കുറിച്ചിട്ടും അവരുടെ ഇൻവേഷനെ കുറിച്ചിട്ടും ഒക്കെയാണ് പറയുന്നത്. അദ്ദേഹം അതിന് എഗൻസ്റ്റ് ആണ്. ഹെറോൾഡ് പിൻറ്റർ ഇതിനൊക്കെ എഗൻസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു എന്താണ് അങ്ങനത്തെ ഒരു തരം അത് ഇതും ഈ ഒരു സ്പീച്ച് പറഞ്ഞത് നൊബൽ പ്രൈസിൻ്റെ അക്സെപ്റ്റൻസ് സ്പീച്ചായിട്ട് പറഞ്ഞതാണ്. നൊബൽ പ്രൈസ് കിട്ടിയപ്പോൾ അക്സെപ്റ്റൻസ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റൈറ്റർ എന്ന രീതിയിൽ അദ്ദേഹം റൈറ്റേഴ്സിനും കൂടിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അവാർഡ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റേഴ്സിന് വേണ്ടി കൂടെയാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ സത്യസന്ധമായിട്ട് എഴുതണം എന്നുള്ള കാര്യം പറയുന്നത് റൈറ്റേഴ്സിന് കൂടിയിട്ടാണ്. പ്ലസ് സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക്, അതായത് സാധാരണക്കാർക്ക്. സിറ്റിസൺ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും എന്തിൻ്റെ പിന്നാലെ പോകണം? റിയൽ ട്രൂത്തിന് കുറേ വേർഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ എല്ലാ വേർഷൻസിനും പോകരുത്. നമുക്ക് ഈ ഒരൊറ്റ ട്രൂത്തേ ഉള്ളൂ. ആ ട്രൂത്ത് മാത്രം നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. അല്ലാണ്ട് കുറേ ട്രൂത്ത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ എല്ലാം മനസ്സിലാക്കി പോകരുത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സ്പീച്ച്.